Good afternoon, teacher. Okay, teacher. കളഞ്ഞു പോകാതിരിക്കാൻ. റിസ്ക്. 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 റിസ്ക് ഉണ്ട്. ബിസിനസ് റിസ്ക്. ബിസിനസ് റിസ്ക്. ബിസിനസ് റിസ്ക് അല്ല, അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. മോഷണം പോകാതിരിക്കാന്. അതുപോലെ തന്നെ നമ്മുടെ പ്രളയമൊക്കെ വന്നപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ ഒത്തിരി ലോസ് ഒക്കെ സംഭവിച്ചു. എന്തൊക്കെ തരത്തിലുള്ള ലോസ് ഒക്കെ സംഭവിച്ചു? ഫിനാൻഷ്യൽ ലോസ് സംഭവിച്ചു. പ്രോപ്പർട്ടി ഡാമേജ്, അതുപോലെ നമുക്ക് പ്രോപ്പർട്ടി ഡാമേജ് ഉണ്ടാകും, ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാകും. ഇപ്പോൾ ഒരു നമ്മുടെ സൂപ്പർ മാർക്കറ്റിനെ എടുത്തു കഴിഞ്ഞാൽ പ്രളയം വന്ന് വെള്ളം കയറി എന്ത് സാധനങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടാണ്. എത്ര രൂപയുടെ സാധനങ്ങൾ, ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ട് കടക്കണിയിലായ ഒത്തിരി ബിസിനസ്മാൻമാരില്ലേ. അപ്പോൾ ഇവർക്കെല്ലാം എന്താണ് സംഭവിച്ചത്? റിസ്ക് അല്ലേ ഇതെല്ലാം? നമ്മുടെ അറിയാണ്ട് വന്നതാണ്. അൺഫോർസിബിൾ റിസ്ക് ആണ് ഇതെല്ലാം. നമ്മുടെ ഈ നാച്ചുറൽ കലാമിസ് എന്താണ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? അൺപ്രെഡിക്റ്റബിൾ റിസ്ക് ആണിത്. അതുപോലെ തന്നെ നമ്മുടെ COVID-19 വന്നു, നമ്മുടെ കൊറോണ ടൈമിൽ ബിസിനസ് ചെയ്ത് ഒത്തിരി രക്ഷപ്പെട്ട ആൾക്കാരുണ്ട്. ഏതൊക്കെ ബിസിനസ്? നമ്മുടെ മാസ്ക്, സാനിറ്റൈസർ അതൊക്കെ ചെയ്ത് രക്ഷപ്പെട്ട ആൾക്കാരുണ്ട്. പക്ഷെ ഒത്തിരി ബിസിനസ് എന്ത് സംഭവിച്ചു? നഷ്ടം സംഭവിച്ചു. അപ്പൊ ഇതൊക്കെ നമുക്ക് പ്രെഡിക്റ്റബിൾ ആണോ? അല്ല. ഈ ചൈനയിലൊക്കെ കൊറോണ വന്നു എന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ ഇന്ത്യയിലെത്തി, നമ്മുടെ കേരളത്തിലെത്തി നമ്മൾ ലോക്ക്ഡൌണിലോട്ട് പോകുന്നൊക്കെ നമ്മൾ ആരെങ്കിലും വിചാരിച്ചു? ഇല്ല. അപ്പോൾ അതെന്താണ്? ഒരു റിസ്ക് ആയിരുന്നു. വലിയൊരു നഷ്ടം സംഭവിച്ചു ഒത്തിരി ബിസിനസ്സുകൾക്ക്. നമ്മുടെ ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞു ഈ നമുക്ക് കളവ് പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന്. അത് ആര് കാരണമാണ് ഉണ്ടാകുന്നത്? അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? കളവ്, മോഷണമൊക്കെ മനുഷ്യന്റെ ഇടം. എന്നാൽ നമ്മൾ പ്രളയം, കൊറോണ എന്നൊക്കെ പറഞ്ഞു, അതെങ്ങനെയാണ്? നാച്ചുറൽ. അപ്പോൾ ഏതൊക്കെ രണ്ട് തരത്തിലുള്ള റിസ്ക് ഉണ്ട്? ഏതൊക്കെയുണ്ട്? ഹ്യൂമൻ. നാച്ചുറൽ ഉണ്ട്. അപ്പോൾ രണ്ട് രീതിയിൽ റിസ്ക് ഉണ്ടാവാം. നാച്ചുറൽ ഉണ്ട്, മാൻ മെയ്ഡ്. ഹ്യൂമൻ കോസസ്. ഹ്യൂമൻ കോസസ്. അപ്പോൾ നമ്മൾ രണ്ട് തരത്തിലുള്ള റിസ്ക് ഉണ്ടെന്ന് പറഞ്ഞു ബിസിനസ്സിൽ. നാച്ചുറൽ റിസ്ക്, ഹ്യൂമൻ കോസസ്. ഹ്യൂമൻ കോസസ് മനുഷ്യന്മാർ കാരണം ഉണ്ടാകാം, നാച്ചുറൽ കാരണം ഉണ്ടാകും. നാച്ചുറൽ റിസ്ക് എന്താണ്? പ്രെഡിക്റ്റബിൾ ആണോ? അല്ല. അൺപ്രെഡിക്റ്റബിൾ റിസ്ക് ആണ് നാച്ചുറൽ റിസ്ക്. ഹ്യൂമൻ കോസസ് എന്ന് പറയുമ്പോൾ മനുഷ്യർ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന, അവരെന്താണ് പ്ലാൻ ചെയ്ത് ഒരു മോഷണം നടത്തുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ബിസിനസ്സിന് ലോസ് വരാൻ വേണ്ടി അവരെന്തെങ്കിലും ചെയ്യുന്നു. അങ്ങനെയൊക്കെ നമുക്ക് ആ റിസ്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതെന്താണ്? അൺപ്രെഡിക്റ്റബിൾ ആണ്. ഇതെന്താണ്? പ്രെഡിക്റ്റബിൾ റിസ്ക് ആണ്. അപ്പോൾ നാച്ചുറൽ കോസസിന് രണ്ടൊന്ന് എക്സാമ്പിൾ ആർക്കെങ്കിലുമൊക്കെ പറയാവോ? നാച്ചുറൽ കോസസ് എന്തൊക്കെയാണ്? ഫ്ലഡ്, സുനാമി, കോവിഡ് പാൻഡമിക്, ഇതൊക്കെ നമുക്ക് എന്തിന് വരാം? നാച്ചുറൽ ആയിട്ടുള്ള റിസ്കിൽ. ഫയർ. ഇപ്പോൾ ഒരാൾ മനഃപൂർവ്വം ഒരാളുടെ ബിസിനസ് തകർക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തീയിടുന്നു. ഒരു ബിസിനസ് ഓഫീസിൽ കൊണ്ട് തീയിടുന്ന നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓക്കെ. ഫയർ, തെഫ്റ്റ്, മോഷണം. പിന്നെ എന്തൊക്കെയുണ്ട്? ഹ്യൂമൻ കോസസ് ഏതൊക്കെയുണ്ട്? നമുക്ക് സ്ട്രൈക്ക് പറയാം, ടെററിസ്റ്റ് അറ്റാക്ക് പറയാം, എംപ്ലോയിഡ് ആണോ, ഇതൊക്കെ എന്തിന് വരും? ഹ്യൂമൻ കോസസിൽ വരും. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? റിസ്ക്, പ്രതീക്ഷിക്കാതെ നടക്കുന്ന കാര്യങ്ങൾ.
ബിസിനസ്സിൽ നടക്കുന്ന ബിസിനസ് ഏത് തരത്തിലുണ്ട്? നാച്ചുറൽ ആൻഡ് ഹ്യൂമൻ കോസ്. എല്ലാവർക്കും മനസ്സിലായല്ലോ? മനസ്സിലായി ടീച്ചർ? ഞാൻ question ചോദിക്കും. ഓക്കെ ടീച്ചർ. താങ്ക് യു ടീച്ചർ.